ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ഒരു ചലഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനും ഉണ്ട്, ഇവനും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ചലഞ്ച് കാണുമ്പോൾ തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ടോ, എന്നാലും എല്ലാവർക്കും പിടികിട്ടി കാണില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇങ്ങനെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടോ, അപ്പം ബോക്സിൻ്റെ ഉള്ളിൽ നമ്മൾ ജ്യൂസ് വെക്കുക. ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. എന്നിട്ട് ഇതിലേക്ക് സ്ട്രോ ഇടും. എന്നിട്ട് നമ്മൾ ഇതുണ്ട്, സ്ട്രോ ഉണ്ട്. അപ്പോൾ ഇത് ഇട്ടിട്ട് നമ്മൾ കുടിച്ച് നോക്കും. ഇല്ല, രണ്ടുപേരും കുടിക്കാൻ. എന്നിട്ട് ഇങ്ങനെ പേപ്പർ തന്നിട്ടുണ്ട്. നിന്റെ പേപ്പർ വേണം. 2 പേപ്പറുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ സ്ഥലം കണ്ടുപിടിച്ചെഴുതണം. അപ്പോൾ നമ്മൾ സ്ഥലം എഴുതിയിട്ട് പേന വെച്ച് എഴുതും. എന്നിട്ട് നമ്മൾ ജ്യൂസ് ഏതാണെന്ന് കാണിക്കണം. അപ്പോൾ പലതരം ജ്യൂസാണ്, എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എല്ലാവർക്കും മനസ്സിലായി എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. ഇനി ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇത് ചെയ്യുന്ന ഇങ്ങനെ തെറ്റിച്ച് പറയുന്നവർക്ക് പണിഷ്മെന്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ പണിഷ്മെന്റ് എന്തൊക്കെയാണെന്ന് ചേട്ടായിക്ക് മാത്രമേ അറിയാവുള്ളൂ. പലതരം പണിഷ്മെന്റ് ആണ് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അതിലും വലിയ പണിഷ്മെന്റ് തരും. അതാണ് ഇവിടെ പ്രശ്നം ഈ കളിയുടെ. അപ്പോൾ പണിഷ്മെന്റ് മാത്രം ഇല്ലായിരുന്നു, ഭയങ്കര സന്തോഷത്തോടെ ചെയ്യായിരുന്നു. അപ്പോൾ നിങ്ങൾ പലതും ഇങ്ങനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും പലർക്കും ഈ ഗെയിം. എന്നാന്ന് വെച്ചാൽ മിക്കവർക്കും അറിയാവുന്നൊരു ഗെയിമാണ്. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയണ്ട. അപ്പോൾ നമുക്ക് നേരെ ഗെയിമിലേക്ക് പോകാം. സാഹിത്യം വെക്കാൻ പോവാണ്. ഞങ്ങൾ തിരിഞ്ഞിരിക്കട്ടെ. തിരിയടാ. കാല് പോയി ഒരു തോളയുണ്ട്. തോളയുടെ നീരുണ്ട്. വെച്ചാ ഇത് നമ്മുടെ ജ്യൂസ് വെച്ചിട്ടുണ്ട്. ഇല്ല, നോക്കുമ്പോ ട്രൈ ചെയ്യാലേ. ആദ്യം ഞാൻ ചേട്ടാ, ഞാനിപ്പോ എങ്ങനെ കുടിക്കുന്നത്? വായുമച്ച വലിച്ചു കുടിക്കാല്ലോ. പേപ്പർ എടുത്തിട്ട് കേട്ടോ. ഓക്കെ, ഇളകുന്നു. വി ആർ വെയിറ്റിംഗ്. നമ്മളിവിടെ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഇടക്കൂടി ഒളിഞ്ഞു നോക്കും. അപ്പൊ നമുക്ക് കുടിച്ചു നോക്കാം. നീ കുടിച്ചോ. അയ്യോ, ഒരു മരുന്നിന്റെ ഒക്കെ ചോവുണ്ട് ചെറുതായിട്ട്. ഞാൻ എഴുതാൻ പോവാ, ഇങ്ങനെ നോക്കരുത്. മലയാളത്തിലാട്ടോ ഞാൻ എഴുതാൻ പോകുന്നത്. മലയാളത്തിലാട്ടോ ഞാൻ എഴുതണം. ഇത് തെളിയുന്നില്ലല്ലോ, കാണരുത്. തെളിയുന്നില്ല ഇത്. വേറെ നീ എഴുതിട്ട് നിനക്ക് ഞാൻ എഴുതിയില്ല കേട്ടോ. നോക്കരുത്. ജ്യൂസ് ഒന്ന് കാണിക്കാവോ ഞങ്ങള്? ഓറഞ്ചോ? ഡെയിലിയോ? അയ്യേ, ഇതൊന്നും ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല. ഞാനും കുടിച്ചിട്ടില്ല. ഞാൻ 2 പേർക്കും തെറ്റി. അയ്യോ ഇല്ലേ, പണിഷ്മെന്റ് എന്താ? ഞാൻ കുടിക്കട്ടെ. മിറിന്റെ ഒരു ടേസ്റ്റ് കുടിക്കണോ? വീഡിയോ ഓണാണോ? എന്താ ഇതിന് പണിഷ്മെന്റ് തന്നെങ്കിൽ? അതിന്റെ പണിഷ്മെന്റാ നാരങ്ങ. എന്റെ പേപ്പർ നമ്മുടെ പണിഷ്മെന്റ്. ഫുള്ളും കുടിക്കണോ? ഇത് വലുത്, അത് ചെറുത്. ഞാൻ ഫുള്ള് കുടിക്കാം. എന്തേ കുരു വേണം? കുരു പിടിച്ചോ. ഞാൻ ഇത് കുടിച്ചോളാം. ഫുള്ള് കുടിച്ചോട്ടോ. എന്നെ കാണാമോ? നീ എന്നെ എയർ ഇന്ത്യയിൽ നിൽക്കണം. എയറിന്റെ ഫ്ലൈറ്റ് അടി. അതാ ചോദിച്ച. എന്താന്ന് എനിക്കറിയില്ല.
സ്വർഗം കണ്ട ഫീല. എന്റെ ഇത്ര അതിന്റെ അത്ര ഉണ്ട് കേട്ടാ, അതിനെക്കാട്ടി വലുതായിട്ടാണ്. അടുത്ത ജ്യൂസ് വല്ല മിൽക്ക് ഷേക്ക് ആണ്, വയറ്റിളൊക്കെ പിടിച്ച് നാളെ കിടക്കും. അപ്പൊ ഗൈസ് നമുക്ക് അടുത്തയിലേക്ക് പോവാം. അപ്പൊ ഞങ്ങൾ തിരിഞ്ഞിരിക്കാൻ പോവാണ്. ഞാൻ അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇപ്പൊ മൈക്ക് ഓഫായി പോയതുകൊണ്ടാട്ടോ ഇപ്പൊ ഡബ് ചെയ്യുന്നത്. അപ്പൊ ചേട്ടായി ജ്യൂസ് വെക്കുന്നതേ ഉള്ളു, വെക്കട്ടെ. എന്ത് ചിരിക്കുന്നു? അപ്പൊ ഇതിന് വെക്കാത്തന്നെ വന്നു. ഇപ്പൊ ഗൈസ് നമ്മളൊരു ജ്യൂസ് വെച്ചിട്ടുണ്ട്. അറിയില്ല. അപ്പൊ നമുക്ക് ഇനി അത് കുടിക്കണം. അപ്പൊ നമുക്ക് ഇനി തിരിയട്ടെ. അപ്പൊ അറിയത്തില്ല. അപ്പൊ ഞങ്ങള് കുടിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ഫസ്റ്റ് കുടിക്കാം. അതിന് മനസ്സിലായി. അപ്പൊ ഗൈസ് എന്റെ സ്ട്രോ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ഞാൻ കുടിക്കട്ടെ. ആദ്യം കുടിച്ചപ്പോ എനിക്കൊന്നും മരുന്നിന്റെ ചുവ കൂട്ടാക്കി തോന്നിട്ടു. ഇതുവരെ ഞാൻ കുടിച്ചിട്ടില്ല ഇങ്ങനത്തെ ജ്യൂസൊന്നും. അതുകൊണ്ടാണ് എന്തൊക്കെയോ മനസ്സിലായി. അതിന്റെ ഫ്ലേവർ എഴുതിയാൽ മതി. അപ്പൊ ഫ്ലേവറാണ് ഞാനിപ്പോൾ എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുഞ്ഞു എന്നാ സ്പ്രൈറ്റ്. എന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് മൊത്തം. നാരങ്ങ. ഞാൻ നാരങ്ങ കേട്ടോ ഫ്ലേവർ എഴുതിയത്. ഫ്ലേവർ എഴുതിയാൽ മതിയായിരുന്നു. അവൻ സ്പ്രൈറ്റ് എഴുതി. അപ്പൊ ഞാനാണ് ജയിച്ചത് ഗൈസ്. അപ്പൊ പേരെഴുതണ്ടെന്ന് പറഞ്ഞപ്പോ അവന് പേരെഴുതിയേ പറ്റുള്ളൂ. എനിക്ക് പേരേ അറിയുള്ളൂ. പിന്നെ എനിക്ക് എന്റെ ഫ്ലേവർ മനസ്സിലായില്ലേ? അപ്പൊ ഫ്ലേവർ ഞാൻ എഴുതിയപ്പോ എന്തൊക്കെയോ ശരിയായിട്ടുണ്ട്. അപ്പൊ അവനുള്ള പണിഷ്മെന്റ് ആണ്. എവിടെ പണിഷ്മെന്റ് വന്നില്ലല്ലോ. അപശബ്ദങ്ങൾ കേൾക്കുമായിരിക്കും, അത് നിങ്ങൾ നോക്കണ്ട. അപ്പോൾ അതേ അവനിട്ടുള്ള പണിഷ്മെന്റ് എന്താണെന്ന് അറിയോ? വടിവെച്ചുള്ള അടിയാട്ടോ. അപ്പൊ എന്താണ് അതിലൊക്കെ? അപ്പൊ അവൻ ഇവിടെ നിന്നിട്ട് എന്നെ അടിക്കും കേട്ടോ. അപ്പൊ അവൻ വടി വെച്ചിട്ടുള്ള അടിക്കാൻ പോകുന്നുണ്ട്. റെഡി 1 2 3. വരാത്തന്നെ അടിച്ചു കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി അടുത്ത റൗണ്ടിൽ പോവാം. ഞങ്ങൾ തിരിഞ്ഞിരിക്കട്ടെ. അവിടെ ഇരുന്ന് അവനാണ് ഇവൻ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുവാണ്. അതുകൊണ്ടാട്ടോ എന്തൊക്കെയോ മൈക്ക് പണിയൊന്നും അതാ പ്രശ്നം അല്ലേ? അപ്പൊ ഇപ്രാവശ്യം പണിയാരാ അപ്പഴാ സമയം കിട്ടിയ. അത് എനിക്ക് പണി കിട്ടിയപ്പോ അവളെന്നെ ചവിട്ടുവാണ്. എന്റെ കാലിൽ ഇക്കിളി എടുപ്പിക്കുവാണ് ഗൈസ് അവൻ. ഇപ്പോ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട് ഇടക്ക്. അപ്പൊ ഞാൻ കുടിക്കട്ടെ. ഞാനാണോ അവനാണോ? ആരെയും കുടിക്കട്ടെ, ഞാൻ കുടിക്കാം. അപ്പൊ ഞാൻ ഇന്ന് കുടിച്ചു നോക്കട്ടെ എന്താണെന്ന്. എനിക്ക് മനസ്സിലായില്ല കേട്ടോ, അതാണ് സത്യാവസ്ഥ. എനിക്കാട്ടോ മനസ്സിലായേ. അപ്പോൾ ഗൈസ് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവനും എഴുതട്ടെ. ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ എഴുതിയ ഞാൻ നിങ്ങൾക്ക് കാണുമ്പോൾ വായിക്കാൻ പറ്റുമായിരിക്കും അല്ലേ? ഞാൻ എഴുതിയ എന്തായാലും തെറ്റാണ്. അവനാണ് ആപ്പിൾ ഫിസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ തോറ്റു. എനിക്കിട്ടാണ് ഇനി പണിഷ്മെന്റ് ഗൈസ്. അപ്പോൾ ഇതേ മുളകാണ് എൻ്റെ പണിഷ്മെന്റ്. എനിക്ക് 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതെ ഞാൻ മുളക് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ആ ഒരു വലിയ കാര്യത്തിലേക്ക് ഞാൻ കടക്കാൻ വേണ്ടി പോവുകയാണ്.
ഇവൻ ഇവിടെ ഒരുത്തന് ഇരുന്നിട്ട് എന്നെ ഡബ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോഴും എനിക്ക് എന്തോ കൂട്ടാ. ആ മുളകിന്റെ മണ്ണ അടിച്ചിട്ടാണെങ്കിൽ ഉണ്ടല്ലോ ഇപ്പുറത്തിരുന്നവർ ഓടുക. അയ്യോ ഞാൻ എടുത്തെറിഞ്ഞു കേട്ടോ, അതെനിക്ക് പറ്റണില്ല. അത് ഉണ്ടമുളകല്ല കേട്ടോ, ബുള്ളറ്റ് മുളകാണ്. അയ്യോ അതിൽ ഒടുക്കത്തിരുവാട്ടോ എൻ്റെ അമ്മേ. ഞാൻ ഇപ്പോഴാണ് എൻ്റെ ഒരു ശാന്തയായത്. അപ്പോൾ അടുത്ത ഞങ്ങൾ തിരിഞ്ഞിരുന്നു. ഇതെന്തോ വേറെ എന്തോ ഒരു ജ്യൂസാണ്. അപ്പം ഇതൊന്ന് കുടിച്ച് നോക്കട്ടെ ഞാൻ. അതാണ് ഇപ്പോൾ അവിടെ ഇരുന്ന് ആലോചിക്കുന്നത്. പടപ്പൊക്കെ തുറന്നു കയറ്റി വരുമ്പോൾ ഒരു സമയമാവും. അപ്പോൾ ഞങ്ങൾ കുടിക്കട്ടെ ഗൈസ്. കുടിക്കാനായിട്ട് തിരിയണ്ടേ. മൈക്ക് ഓഫായി പോയിട്ട് കുറേ പണി കിട്ടി. മൈക്ക് ഇപ്പോഴും മേത്തിരിക്കുവാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ കുടിക്കട്ടെ. ആദ്യം ആരും കുടിക്കും. ആദ്യം അവൻ കുടിക്കട്ടെ. അവൻ കുടിച്ചിട്ട് ഒന്നും മനസ്സിലായില്ലെന്ന് തോന്നുന്നുണ്ട്. മനസ്സിലായോ? ആ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായില്ല കേട്ടോ സത്യത്തിൽ. അപ്പം ഞാനൊന്ന് കുടിക്കട്ടെ. മൈക്ക് പണി തന്നു. ഞാൻ മുളക് കഴിക്കുന്ന ആ ഒരു സമയം തന്നെ മൈക്ക് ഓഫായി പോയി കഴിച്ചു. ഞാനത് ആ ഭാഗം ഞങ്ങൾ രണ്ടുപേരുടെ ഡബ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ മൈക്ക് ഉപയോഗിച്ചിട്ടാണ് സംസാരിച്ചത്. അതുകൊണ്ട് കുറെ അപശബ്ദങ്ങൾ കയറി വരുന്നുണ്ട്. അതൊന്നും മൈക്ക് ചെയ്യണ്ട കേട്ടോ. അപ്പൊ അടുത്തത് ഞാൻ കുടിക്കാൻ വേണ്ടി പോവാണ്. നീ എഴുതിയാ കാണീരി എവിടെ നീ എഴുതി? ഇല്ല ഒരെണ്ണം. ഇത് ഒരെണ്ണം ഉണ്ട്, പക്ഷെ 2 ഫ്ലേവർ ഉണ്ട് ഇതില്. ആ ആ ഞാൻ ചേർത്തല്ല, അതിലുള്ളതാ. നാലിന് മാങ്കോ മാത്രമേ എഴുതി. 2 ഫ്ലേവർ ഉണ്ട്. 2 ഫ്ലേവർ ഉണ്ട് ഇതില്. തെറ്റാ തെറ്റാ. മാങ്കോയും പൈനാപ്പിളും. അതെ മെക്സിക്കോ. അയ്യോ മെക്സിക്കോ നല്ലല്ലോ. നല്ല പണിഷ്മെന്റ് അടിയാ. കൈ മാറ്റോ അത് കണ്ടിട്ടാണ് വേന്. അവർക്ക് മുട്ട ഇങ്ങനെ വെച്ചിട്ട് അങ്ങ് ഇവിടെ കിട്ടായിരിക്കും തടി വന്നത്. അപ്പൊ നമുക്ക് ലെവലുണ്ടോ? അടുത്ത ലെവലിലോട്ട് പോകാൻ അതൊന്നും അറിയത്തില്ല. ഇപ്പൊ നമുക്ക് തിരിഞ്ഞിരിക്കാം. എന്റെ പേന മറ്റേ മുളകിന്റെ ഒക്കെ ഗ്യാസിലാകും. ഭയങ്കര ഗ്യാസ്. പോണ വരച്ചൊന്നും ഇത് നീ ഇത് നീ ഇത് നീ ഇതെല്ലാം നീ കുടിച്ചോ. നീ കുടിച്ചോ. കുടിച്ചോ. അയ്യോ എനിക്ക് എത്തുന്നില്ല. ആ കുടിച്ചോ. ആ പൊക്കിട്ടുണ്ട്. ഇവിടെ വെച്ചൊരു പേപ്പർ എന്തിയേ? ആ ഫ്ലേവർ ഇതിന്
ആ കറക്റ്റാ. എഴുതടി. ഞാൻ നോക്കട്ടെ. ശരിയാ, നിന്റെ ശരിയാ. രണ്ടുപേർക്കും ശരിയാവും. ഇത് ഏറ്റവും എളുപ്പമുള്ള ഒരു സാധനമാണ്. ഇപ്പോഴും ചുവയുണ്ട് കേട്ടോ. ഇത് ലാസ്റ്റ് റൗണ്ട്. ആ ശരിയാ. ഇഞ്ചി എന്നല്ലേ എഴുതിയേക്കണേ? ആ ശരിയാ. തീർന്നു. ഇത്ര ഉണ്ട്. എടി അത് ഇഞ്ചിയുടെ അങ്ങനെയാണ്. കുടിക്കാനുള്ള സാധനമായിരിക്കും. അയ്യോ ഇഞ്ചിയൊക്കെ നടന്നു പോണു. ഇതാരെങ്കിലും തുടച്ചറിയോ? എന്റെ മൂക്കിൽ കൂടി കയറി ചിരിപ്പിക്കരുത്. ഫണ്ണി വീഡിയോ. എടാ പ്രാന്താണ് നിനക്കിത് കുടിക്കാൻ. അടച്ചു വെച്ചാല് ചത്തുപോകും. ഇത് വെള്ള സ്ഥലത്തിന് മഞ്ഞ അടപ്പൊക്കെ വയ്ക്കാൻ തോന്നിട്ട് വെച്ചു. അതാ ഇവനെ ഞാൻ അടിച്ചു കൊല്ലി. ഗൈസ് അപ്പോ നമ്മുടെ വീഡിയോ മൊത്തം ലാസ്റ്റ് എല്ലാം സൂപ്പർ ആയിട്ട് അവസാനിച്ചിരിക്കുന്നു. ലാസ്റ്റത്തെ സാധനം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഇത്രയും വൃത്തിയായിട്ട സാധനമൊക്കെ കൊണ്ടുവരൂ. ഇനി ഒരിക്കലും ഞാൻ ഈ സാധനം ജ്യൂസ് കണ്ടാൽ മേടിക്കത്തില്ല കേട്ടോ. ഇതെന്തോ ജിഞ്ചർ കോള, കൊക്ക കോള, ജിഞ്ചർ കോള. ജിഞ്ചർ കോളയോ? എന്നാ മഞ്ഞൾ കോള കൂടെ എഴുതിയിരിക്കും. അപ്പൊ ഗൈസ് ഒരു ചീഞ്ഞ ജ്യൂസ് എന്ന് വേണേ പറയാം. ഇതിന്റെ ടേസ്റ്റ് ഇങ്ങനെ ആയിരിക്കും. പക്ഷെ പലർക്കും ഇത് ഇഷ്ടപ്പെട്ടവരുണ്ടാവും. പക്ഷെ എനിക്ക് ഇഷ്ടമായില്ല. എന്നിട്ട് ഇഷ്ടപ്പെട്ടോളാം. ഇല്ല അവൻ സത്യസന്ധതയായിട്ട് എല്ലാം പറഞ്ഞു. അപ്പൊ ഇനി തന്നെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പൊ ഇത് നമ്മുടെ ഇന്നത്തെ പിടിച്ചിട്ടുള്ളൂ. ഇതൊക്കെ അത്രേ ഉള്ളൂ. അല്ല ഗൈസ് ഇതൊക്കെ ആരാണ് ഇങ്ങനത്തെ മിണ്ടാണ്ടിരിക്കും പറയട്ടെ. ഈ ഇങ്ങനത്തെ ഗൈസ് ഇത് എന്തിനാ ഈ സാധനം മെറിന്റെ കൂടെ ഈ സാധനം കൂടി മിക്സ് ചെയ്ത് കേട്ടോ. നാളെ രാവിലെ ബാത്റൂമിൽ നിന്ന് കിടക്കാൻ നമുക്ക് എല്ലാവർക്കും കൂടി. അപ്പൊ ഇങ്ങനത്തെ സാധനമൊക്കെ കുടിക്കുന്നവരെല്ലാവരും കമന്റ് ചെയ്യാ. ആരൊക്കെ കുടിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇങ്ങനത്തെ സാധനമൊക്കെ ആരൊക്കെ പോയി. ഇങ്ങനത്തെ സാധനം കുടിക്കുന്നവര് ദയവ് ഇത് കമന്റ് ചെയ്യാ. ഇങ്ങനത്തെ ഒക്കെ നല്ല നല്ല ജ്യൂസാന്ന് തോന്നുന്നത്. ഇഞ്ചി ലൈവായിട്ട് ഇഞ്ചി അരച്ച് നല്ല ഫ്രഷ് ഇഞ്ചിയാന്ന് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ നല്ല കുത്തലുണ്ട്. എന്റെ ഇവിടെയൊക്കെ കൊണ്ടിട്ട് ഇവിടേക്ക് ഇങ്ങനെ പോകഞ്ഞോണ്ടിരിക്കുക കേട്ടോ ഇപ്പൊ. അപ്പൊ ഇങ്ങനത്തെ കുടിക്കുന്നവരൊക്കെ ലൈക്ക് ചെയ്യാ. കുടിക്കാത്തവർ ലൈക്ക് ചെയ്യാ. മറന്നുപോയി ഇത് കുടിച്ചിട്ട് എന്നാ പറയണ്ടേന്ന്. കുടിച്ചിട്ട് എന്നാ പറയണ്ടെന്ന് വെച്ചാൽ മലയാളം പറയണം. അത്രേ ഉള്ളൂ. അപ്പൊ ഈ ജീരകത്തിന്റെ മണമൊക്കെ വരുന്നപ്പോ എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപശബ്ദം ഉണ്ടാക്കാതെ അപശബ്ദമേ തൊപ്പിട്ടാലാ നിനക്ക് വേണ്ടെങ്കിൽ പിന്നെ എന്തിനാ കുടിക്കണത്? പറഞ്ഞോട്. അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ഞാൻ പിന്നെ പറയും കേട്ടോ മിണ്ടാണ്ടിരുന്നു. എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇങ്ങനത്തെ വീഡിയോ ഇനി വേണമെങ്കിൽ എല്ലാരും കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ചീഞ്ഞ ഷേക്കായിട്ട് ജ്യൂസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പൊ എല്ലാരും മറക്കാതെ എല്ലാ വീഡിയോയും പോയി കാണുക. ബൈ.